നിങ്ങളുടെ പാർട്ട്ണറുമായി 2 മണിക്കൂർ ചെസ്സൊക്കെ കളിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലം കാണിച്ചു തരട്ടെ ഗുരുവായൂരിൽ. അതും വരും 349 രൂപ. ഇനി 2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ വിചാരിക്കാം 6 മണിക്കൂറിന് വരും 399 രൂപയുള്ളൂ. ഇനിയിപ്പോ 6 മണിക്കൂർ ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഫുൾ ഡേറ്റ് ഇവിടെ വരും 999 ഉള്ളൂ കേട്ടോ. നമസ്തേ. ഗുരുവായൂർ ക്ഷേത്രത്തെയും വിശ്വാസികളുടെയും മതവികാരത്തെയും അപമാനിക്കുന്ന തരത്തിൽ പരസ്യപ്രചാരണം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് ഗുരുവായൂരിലെ RVS ലോഡ്ജിന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് പ്രതിഷേധം ശക്തമാവുകയും നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. പ്രതിഷേധ സമ്മേളനം BJP മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പ്രദീപ് പണിക്കാശ്ശേരി അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ ആത്മീയ പൈതൃകത്തിന്റെ പ്രതീകമായ ഗുരുവായൂർ ക്ഷേത്രത്തെയും വിശ്വാസികളെയും അപമാനിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളോ പ്രചാരണങ്ങളോ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും മതസ്വാതന്ത്ര്യം എന്നത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താനുള്ള അവകാശമല്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അനിൽ മഞ്ചറമ്പത്ത് പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് പ്രദീപ് പണിക്കാശ്ശേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ മണ്ഡലം നേതാക്കളായ മനീഷ് കുളങ്ങര, കാളിദാസ്, ജ്യോതി രവീന്ദ്രനാഥ്, ശോഭ, ഹരിനാരായണൻ, ദീപ ബാബു, സിന്ധു, ശശീന്ദ്രബാബു, സിബീഷ് പക്കത്ത്, മനോജ് പൊന്നുപറമ്പിൽ, ദീപക് തിരുവിങ്കിടം, സൂരജ് താമരയൂർ, ജിഷാദ്, ശിവൻ, ബാലൻ തിരുവിങ്കിടം, ദിലീപ് ഘോഷ്, ജിതീഷ് കാവീട്, നിതിൻ മരക്കാത്ത് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വിശുദ്ധിയും വിശ്വാസികളുടെ വികാരവും മാനിക്കണമെന്നും ഇത്തരം വിവാദങ്ങൾക്കിടയാകുന്ന പരസ്യങ്ങളും ചിത്രീകരണങ്ങളും ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ടവർ ആവശ്യമായ ജാഗ്രത പാലിക്കണമെന്നും അധ്യക്ഷത പ്രസംഗത്തിൽ ഏരിയ പ്രസിഡന്റ് പ്രദീപ് പണിക്കാശ്ശേരി ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ഒരു സാധാരണ വിനോദസഞ്ചാര കേന്ദ്രമല്ല, ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും പൊതുസമൂഹത്തിന്റെ വികാരങ്ങളും മാനിക്കപ്പെടേണ്ടതുണ്ടെന്നാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ നിലപാട്. അതേസമയം ഇത്തരം വിവാദങ്ങൾ ഉയരുമ്പോൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും പരസ്യ നിർമ്മാതാക്കളുടെയും ഭാഗത്തു നിന്ന് വ്യക്തമായ വിശദീകരണങ്ങൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിയമപരമായും സാമൂഹികപരമായും ഉത്തരവാദിത്തത്തോടെ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്.